എത്ര ഭക്ഷണം കുറച്ച് നോക്കിയിട്ടും നിങ്ങളുടെ അമിതഭാരം കുറയാതിരിക്കുന്ന ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വീഡിയോ. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. യഥാർത്ഥത്തിൽ അമിതഭാരം ഭംഗി മാത്രമല്ല കുറക്കുന്നത്, നമ്മുടെ ആയുസ്സും കുറക്കുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഡയറ്റ് പ്ലാനുകൾ ഫോളോ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഫിറ്റ്നസ്സുകൾ ചെയ്ത് നോക്കിയിട്ടുണ്ട്, വെയിറ്റ് കുറയുന്നില്ല. മേ ബി വെയിറ്റ് കുറയുന്നുണ്ട്, നമ്മൾ അൺഹെൽത്തി കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. വെയിറ്റ് കുറയുന്നുണ്ട്, അതിന് ഡബിളായി നമ്മൾ കൂടിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ്? വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന 5 മിസ്റ്റേക്കുകളെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ വേണ്ടി പോകുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ഞാൻ എന്നെ കുറിച്ചൊന്ന് പറയാം. എന്റെ പേര് കുഞ്ഞിതു, ബെല്ലി ഫാറ്റ് എക്സ്പേർട്ട് ആണ്. കഴിഞ്ഞ 6 വർഷമായി വെൽനസ് ഇൻഡസ്ട്രിയിൽ പീപ്പിൾക്ക് വെയിറ്റ് ലോസിനെ കുറിച്ച് ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ എന്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അതേപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുകൾ, റിലേറ്റീവ്സിന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, വിഷയത്തിലേക്ക് കടക്കാം. എന്തൊക്കെയാണ് 5 മിസ്റ്റേക്കുകൾ? നമ്പർ 1, നമ്മൾ പ്രോപ്പർ ഡയറ്റ് പ്ലാൻ, ഒരു ഡയറ്റ് ഫോളോ ചെയ്യില്ല. ഒരു പ്രോപ്പറായ ഡയറ്റ് ഇല്ലാത്ത ഒരാളുകൾക്ക് കറക്റ്റ് ആയിട്ട് ഹെൽത്തി വേയിൽ വെയിറ്റ് ലോസ് നടക്കില്ല. ഒന്നുകിൽ ഹെവി ഡയറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലോ ഡയറ്റ് ആയിരിക്കും. ഇത് രണ്ടും പ്രശ്നങ്ങളാണ്. ഒരു പ്രോപ്പർ ഡയറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ എല്ലാ ഫുഡുകളും സ്കിപ്പ് ചെയ്ത് ഒരു ഭക്ഷണവും കഴിക്കാതെ വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്യുമ്പോൾ മേ ബി നമുക്ക് വെയിറ്റ് ലോസ് പ്രോഗ്രാം നടന്നേക്കാം, അതോടൊപ്പം അൺഹെൽത്തി കണ്ടീഷനിലേക്ക് പോകാനുള്ള ചാൻസ് ഒരുപാട് ഹൈ ആയിരിക്കും. അതല്ലെങ്കിൽ എല്ലാ ഫുഡുകളും സ്കിപ്പ് ചെയ്ത് പോയി വെയിറ്റ് ലോസ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് ആ ഒരു ഡയറ്റ് പ്ലാൻ സ്റ്റോപ്പ് ചെയ്ത് 2-3 മാസം കൊണ്ട് കുറച്ച് കിട്ടിയ വെയിറ്റ് നമുക്ക് 2 വീക്സ് കൊണ്ട് കൂടാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലായിരിക്കും. അങ്ങനെ ഒരുപാട് ഫുഡുകൾ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാം ഫോളോ ചെയ്തിട്ടുള്ളത് എങ്കിൽ, നോർമലി നമുക്ക് എല്ലാ ഭക്ഷണങ്ങളും കഴിച്ചുകൊണ്ട് പ്രോഗ്രാം ചെയ്യുമ്പോൾ, മീൻസ് നോർമലി കഴിച്ചുകൊണ്ടിരിക്കുന്ന നോൺ വെജ്, ഫ്രൂട്ട്സ്, റൈസ് എല്ലാം വെച്ച് നമ്മൾ ഒരു ഡയറ്റ് പ്ലാന് ഓർഗനൈസ് ചെയ്യുകയാണെങ്കിൽ, എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ ഒരു പ്രോഗ്രാം ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് റിസൾട്ട് ഹെൽത്തി വേയില് വെയിറ്റ് ലോസ് പ്രോഗ്രാം ചെയ്ത് സ്ലിം ആകാൻ പറ്റും, സ്മാർട്ട് ആകാൻ പറ്റും, ഹെൽത്തി ആകാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫിറ്റ്നസ്സുകൾ ചെയ്യുന്നുണ്ട്, ഒരു പ്രോപ്പറായ ഡയറ്റും എടുക്കുന്നില്ല. ഫിറ്റ്നസ് ചെയ്യുന്നുണ്ട്, ഡയറ്റ് എടുക്കുന്നില്ല, ലോ ഡയറ്റ് ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് കറക്റ്റായ രീതിയിൽ നടക്കാതെ പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. നമ്പർ 2, കൺസിസ്റ്റൻസി ഇല്ലായ്മ. നമ്മളൊരു വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, ഒരു 1 വീക്കില് ഒരു 3 ദിവസം 4 ദിവസം വർക്കൗട്ട് ചെയ്യുന്നു, ബാക്കി 3 ദിവസം ചെയ്യാതെ പോകുന്നു. അതല്ലെങ്കിൽ ഒരു 10 ദിവസം ഡയറ്റ് കറക്റ്റായി ഫോളോ ചെയ്യുന്നു, നെക്സ്റ്റ് 10 ഡേയ്സിൽ ഡയറ്റ് ചെയ്യുന്നില്ല. ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാതെ ഡയറ്റും കൺസിസ്റ്റൻസി ഇല്ലാത്ത വർക്കൗട്ടും നമുക്ക് റിസൾട്ട് കിട്ടില്ല. ഏതുപോലെ എന്ന് വെച്ചാൽ, നമ്മളെ വീട്ടില് ഒരു കിണർ കുഴിക്കണം എന്ന് വെക്കുക. കിണർ സ്ഥലം ഒരുപാട് ഉള്ള ഒരു വീടാണെങ്കിൽ ആ വീടിന്റെ ചുറ്റുപാടത്തെ എല്ലാ ഭാഗങ്ങളിലും പോയിട്ട് 1 മീറ്ററിലോ 2 മീറ്ററിലോ കിണർ കുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും കിണറിൽ വെള്ളം കിട്ടുമോ? അതേപോലെ നമ്മൾ കൺസിസ്റ്റൻസി ഇല്ലാതെ എല്ലാ ഡയറ്റ് പ്ലാനുകളും ഫോളോ ചെയ്ത് പോയി നമുക്കൊരു കൺസിസ്റ്റൻസി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് കിട്ടില്ല? റിസൾട്ട് കിട്ടില്ല. കിണർ വേണമെങ്കിൽ എവിടെയാണോ നമ്മൾ കുഴിക്കുന്നത്, എവിടെയാണോ നമ്മൾ വെള്ളം കാണുന്ന ഒരു പ്രതീക്ഷ ഉള്ളത്, ആ ഒരു പ്രതീക്ഷയുള്ള ഭാഗത്ത് വെള്ളം കാണുന്നവരെ നമ്മൾ കുഴിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് അതിൽ വെള്ളം കിട്ടുന്ന പോലെ തന്നെ ഇതിൽ നമുക്ക് വെയിറ്റ് ലോസ് റിസൾട്ടും കിട്ടുന്നതായിരിക്കും. നമ്പർ 3 മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ, ഒരു ഗോൾ ഉണ്ടായിരിക്കില്ല, ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്, നമുക്ക് എത്ര കിലോ വെയിറ്റ് കുറക്കാനുണ്ട്, അത് നമുക്ക് ക്ലാരിഫൈ ചെയ്യണം. ആ ഒരു വെയിറ്റ് കുറയുന്ന പ്രൊസീജിയറിൽ നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആവാൻ പറ്റും നമുക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് അറിയാതെ, എത്ര കിലോ വെയിറ്റ് കുറക്കണം എന്ന് കറക്റ്റ് അറിയാതെ, നമുക്ക് എന്തൊക്കെ ഹെൽത്ത് ഇംപ്രൂവ്മെന്റ് ആവും എന്നറിയാതെ അത് വിഷ്വലൈസ് ചെയ്യണം. നമുക്ക് ഒരു 10 കിലോ വെയിറ്റ് കുറക്കാനുണ്ടെങ്കിൽ ഒരു 10 കിലോ വെയിറ്റ് കുറയുമ്പോൾ നമുക്ക് എത്രമാത്രം നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് വരും, നമ്മുടെ സ്കിന്നിൽ എത്രമാത്രം മാറ്റങ്ങൾ വരും, നമ്മുടെ ഹെൽത്തിൽ എത്രമാത്രം മാറ്റങ്ങൾ വരും, നമ്മുടെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ എത്രമാത്രം മാറ്റങ്ങൾ വരും. ഇതൊരു ഗോൾ സെറ്റ് ചെയ്ത്, ഒരു പ്ലാൻ ചെയ്ത്, അത് വിഷ്വലൈസ് ചെയ്ത്
ഒരു നോട്ട്ബുക്കിലോ ഡയറിയിൽ എഴുതി വെച്ച് ആ ഡെയിലി ബേസിൽ കാണാൻ തുടങ്ങുമ്പോൾ, ആ ഡെയിലി ബേസിൽ ഓർക്കാൻ തുടങ്ങുമ്പോൾ തീർച്ചയായും നമ്മൾ അതിലേക്ക് എത്തുക തന്നെ ചെയ്യും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് തിരികെ കിട്ടും. ഫോർത്ത് മിസ്റ്റേക്ക് എന്ന് വെച്ചാല് ഓവർ കോൺഫിഡന്റ് ഉണ്ടാവും. ഓവർ കോൺഫിഡന്റ് ഉള്ള ആളുകൾക്കും ഇതേപോലെ റിസൾട്ട് ലോ ആകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. ഓവർ കോൺഫിഡന്റ് മീൻസ് നമുക്ക് ഇപ്പോ ഹാപ്പിനെസ് അവർക്ക് വളരെയേറെ കുറവായിരിക്കും. ഇപ്പൊ ഒരു വൺ വീക്ക് അല്ലെങ്കിൽ 10 ഡേയ്സിൽ നമുക്ക് 2 കിലോ വെയിറ്റ് കുറഞ്ഞു എന്ന് നോക്കുക. നെക്സ്റ്റ് വീക്കില് അവർക്ക് 1/2 കിലോ വെയിറ്റ് കൂടിപ്പോയി അല്ലെങ്കിൽ വെയിറ്റ് കുറഞ്ഞില്ല. അപ്പൊ അവര് വെയിറ്റ് കുറയുന്ന സമയത്ത് വളരെ ഹാപ്പി ആയിരിക്കും, ഭയങ്കര എൻജോയ്മെന്റ് ആയിരിക്കും. ഒരു 100 ഗ്രാം കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ 100 ഗ്രാം കുറയാതിരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര മൂഡ് ഓഫിലായിരിക്കും, ടെൻഷനിലായിരിക്കും. അപ്പൊ ടെൻഷനിലേക്കും സ്ട്രെസ്ഫുൾ ലൈഫിലേക്കും പോയി ഹാപ്പിനെസ് ഫുള്ള് കുറഞ്ഞു പോയി നമുക്ക് ലോ എനർജി, ലോ വെയിറ്റ് ലോസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഒരുപാട് വലിയ കോൺഫിഡൻസ് വെക്കാതെ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോൾ നമ്മൾ ഹാപ്പി ആവണം, റിസൾട്ട് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഹാപ്പി ആവണം. കാരണം റിസൾട്ട് കിട്ടുന്ന സമയത്ത് വെയിറ്റ് ലോസിനോട് കൂടെ തന്നെ നമുക്ക് ഹെൽത്തിൽ ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് വന്നിരിക്കാം. ആ ഇംപ്രൂവ്മെന്റ്സ് വന്ന ലൈഫിൽ ഹെൽത്ത് വന്ന ഇംപ്രൂവ്മെന്റ്സ് അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് അതിൽ ഹാപ്പി ആയി വെയിറ്റ് കുറയുന്ന സമയങ്ങളിലും അത് ഫാറ്റ് ലോസ് നടക്കാനില്ല, ഒരു മെന്റലി നമ്മൾ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ തീർച്ചയായും നമുക്ക് ഒരുപാട് നല്ല ബെസ്റ്റ് റിസൾട്ട് എടുക്കാനുള്ള ചാൻസ് ഒരുപാട് ഹൈ ആയിരിക്കും. അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് വെച്ചാല് എല്ലാ കാര്യങ്ങളും സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഒരു പ്രോപ്പർ ഒരു കോച്ചിങ് ഉണ്ടായിരിക്കില്ല. എപ്പോഴും ഒരു കോച്ചിങ് സിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് എത്ര കിലോ എക്സസ് വെയിറ്റ് ഉണ്ടെങ്കിലും ശരി ആ വെയിറ്റിനെ കുറച്ച് നമുക്ക് സ്ലിം ആകാൻ പറ്റും, സ്മാർട്ട് ആകാൻ പറ്റും. കാരണം എക്സസ് വെയിറ്റിലേക്ക് പോകും തോറും നമ്മൾ അൺഹെൽത്തി കണ്ടീഷനിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. വെയിറ്റ് കുറഞ്ഞ പ്രൊസീജിയറില് അപ്പ് ആൻഡ് ഡൗൺസ് എപ്പോഴും നമുക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. എല്ലാ സമയത്തും വെയിറ്റ് ലോസ് നടക്കില്ല. ചില സമയത്ത് വെയിറ്റ് ലോസ് ആവും, വെയിറ്റ് ഗെയിൻ ആവും, വെയിറ്റ് മെയിൻറ്റെയിൻ ആവും. ഇതെല്ലാം നടക്കുന്ന സമയങ്ങളിൽ നമുക്ക് മോണിറ്റർ ചെയ്യാനും നമ്മളെ കോച്ച് ചെയ്യാനും നമുക്കൊരു ആളുണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് നല്ല റിസൾട്ട് എടുക്കാൻ പറ്റും. അതല്ല ഈ അപ്പ് ആൻഡ് ഡൗൺസിൽ നമുക്ക് കോച്ച് ചെയ്യാനോ കാര്യങ്ങൾ പറഞ്ഞു തരാനോ ഒരാളില്ല എങ്കിൽ നോർമലി നമ്മുടെ മൈൻഡ് ഡെഡായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. വീണ്ടും വേറൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസിലേക്ക് പോകും. അങ്ങനെ മാറി 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 പോയിക്കൊണ്ട് നമ്മൾ റിസൾട്ട് എടുക്കാത്തൊരു വ്യക്തിയായിട്ട് മാറും. ഈ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ ഫോളോ ചെയ്യാൻ, ഈ 5 മിസ്റ്റേക്കുകൾ മാറ്റാൻ റെഡി ആയി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് ഹെൽത്തി വേയിൽ എടുക്കാനുള്ള ചാൻസ് ഒരുപാട് ഹൈ ആണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം, അറിയണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ട് എങ്കിൽ സ്ലിം കോഡ് ഹബ്ബ് നിങ്ങൾക്ക് ഒരു ഫ്രീ വെബിനാർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫ്രീ വെബിനാർ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് എങ്ങനെ ഹെൽത്തി വേയില് എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ട ഫുഡുകൾ എല്ലാം കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ ഹെൽത്തി വേയില് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റും, ഹെൽത്തി ഇംപ്രൂവ്മെന്റ് ആകാൻ പറ്റും എന്ന് മനസ്സിലാക്കാൻ പറ്റും. രജിസ്ട്രേഷന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ആ ലിങ്ക് ഫില്ല് ചെയ്ത് ഇപ്പൊ തന്നെ സബ്മിറ്റ് ചെയ്യാം. തീർച്ചയായും നെക്സ്റ്റ് നടക്കുന്ന വെബിനാർ നിങ്ങൾ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിരിക്കും, നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അതിൽ പങ്കെടുക്കുക, അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യാം. തീർച്ചയായും നിങ്ങൾക്ക് ഇന്ന് എത്ര കിലോ എക്സസൈസ് ചെയ്താലും ശരി അതിനെ കുറച്ച് സ്ലിമായി, സ്മാർട്ടായി, ഹെൽത്തി ആയി, ഫിറ്റായി ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിലേക്ക് മാറാൻ സാധിക്കും എന്നതിൽ യാതൊരു സംശയമില്ല. ഓക്കെ, അതേപോലെ തന്നെ എന്റെ വാട്സപ്പ് നമ്പറും ഇതിന്റെ ചുവടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംബന്ധിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും എന്റെ വാട്സപ്പിലേക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. I am Kunjidu, belly fat expert. Thank you.